പ്രശാന്ത്, ഈ ഡൽഹിയിൽ നടന്ന CJPയുടെ സമരം നമുക്കറിയാം, ആയിരക്കണക്കിന് കുട്ടികൾ ഇതിൽ പങ്കെടുത്തു. പക്ഷേ ഒടുവിൽ പല കള്ളികളും പുറത്തായി. ഇതിൽ പങ്കെടുത്തതിൽ പലരും എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്ന് പോലും കൃത്യതയില്ലാത്തവർ, പിന്നെ പല ക്രിമിനലുകളും ഇതിനകത്ത് ഈ സമരത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ്. അപ്പോൾ എന്താ ഒരു ചില ദുരൂഹതകൾ നിൽക്കുന്നില്ല ഇതിനകത്ത്? അല്ല, ദുരൂഹതയായിരുന്നല്ലോ സമരത്തെ മൊത്തത്തിൽ. അപ്പോൾ ആ ദുരൂഹത മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ചില മാധ്യമങ്ങളും മറ്റു പലരുമായിട്ട് കാര്യങ്ങൾ നടത്തുന്നത്. സമരത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ സമരം നടത്തിയത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളല്ല, വേറെ ചില ലക്ഷ്യങ്ങളോട് കൂടിയാണെന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. അപ്പോൾ ഇതിനകത്തിപ്പം സമരത്തിനോടനുബന്ധിച്ച് നടന്ന അല്ലെങ്കിൽ സമരം തീർക്കുന്നതിന് വേണ്ടി 2-3 കരാറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ സമരം ഒന്ന് കേസെടുക്കാൻ പാടില്ല, 2 വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, 3 ഈ നഷ്ടപരിഹാരം കൊടുക്കണം മരിച്ച ഒത്തിരി വിദ്യാർത്ഥികൾ, അതെല്ലാം സമ്മതിച്ചു. പക്ഷേ കേസെടുക്കാൻ പാടില്ല എന്നുള്ളത് സമാധാനപരമായിട്ട് സമരം ചെയ്തവർക്കെതിരെ മാത്രമേ കേസെടുക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. അന്നേ അത് വിദഗ്ധരെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ അതിനകത്ത് ഈ വലിയ വലിപ്പത്തിൽ ഈ സമരം നടന്നിടത്ത് മൊത്തം ഫേഷ്യൽ റെക്കഗ്നേഷൻ ക്യാമറ ഉണ്ടായിരുന്നു. അതായത് സാറിൻ്റെ ഫേസ് കിട്ടിക്കഴിഞ്ഞാൽ സാറിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഉടനെ തന്നെ പോലീസിന് കിട്ടും, 3D കിട്ടും. എന്ന് വെച്ചാൽ ക്രിമിനൽസ് ആണെന്നുണ്ടെങ്കിൽ അന്നേരം അറിയാൻ പറ്റും. അത് അവിടെ വെച്ചതിനകത്തുനിന്ന് അവർക്ക് ഏതാണ്ട് 2873 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇന്ത്യയിലുടനീളമുള്ള പക്ക ക്രിമിനൽസാണ്. അതിനകത്ത് ആ ക്രിമിനൽസിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയും. 101 പേര് കൊലപാതക ശ്രമത്തിലെ പ്രതികളാണ്. 284 പേര് കവർച്ചക്കാരാണ്. പാറ്റ സമരത്തിന് വന്നവരുടെ കാര്യമാണ് പറയുന്നത്. 61 ബലാത്സംഗ കേസിലെ പ്രതികളുണ്ട് ഈ പിടിച്ചവൻ്റെ കൂട്ടത്തിൽ. 6 പോസ്കോ കേസിലെ പ്രതികളുണ്ട്. 25 ലൈംഗിക പീഡനം നടത്തിയ ആൾക്കാരുണ്ട്. കാരണം ഇതറിയാമല്ലോ, ഫോട്ടോ കിട്ടുമ്പോഴേ അവർക്ക് അന്നേരം അറിയാൻ പറ്റും. 229 ആയുധം കൈവശം വെച്ചിരിക്കുന്നതിന് കേസെടുത്തിട്ടുള്ളവരുണ്ട്, നിലവിൽ കേസിൽപ്പെട്ടവരുണ്ട്. 135 പിടിച്ചുപറിക്കാർ, മറ്റേ നേരത്തെ പറഞ്ഞത് പിടിച്ചുപറിക്കാർ വേറെ ഒന്നും അറിയത്തില്ലേ, നമ്മൾ റോഡേ പോകുമ്പോൾ അതൊരു വലിയ ഒഫൻസാണ്. 19 തട്ടിക്കൊണ്ട് പോക്കൽ, 67 മയക്കുമരുന്ന് NDPC കുറ്റവാളികൾ. ഇതേ രീതിയിലുള്ള ക്രിമിനൽസിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ക്രിമിനൽസിനെ വെച്ചാണ് അവിടെ സമരം. പോലീസുകാരെ ആക്രമിച്ചത് അവരായിരിക്കാം, സാമൂഹ്യ വിരുദ്ധ പണി നടത്തിയത് അവരായിരിക്കാം, വണ്ടി നശിപ്പിച്ചത് അവരായിരിക്കാം, അപ്പം ഇവർ സമരത്തിനകത്ത് കൃത്യമായിട്ട് വരുന്നതിനകത്തും നുഴഞ്ഞു കയറുന്നതിനകത്തും ഒരു എയിമും ഇല്ലാതെ അവർ വരത്തില്ലല്ലോ. എന്തുമായാലും ഏത് കള്ളനായാലും പോക്കറ്റടിക്കാരനായാലും അവന് പോക്കറ്റടിക്കാൻ സാഹചര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ദിവസം പോക്കറ്റടിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന വരുമാനം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവൻ ആവശ്യമില്ലാത്ത ഒരിടത്തവൻ ചെല്ലത്തുള്ളൂ. അപ്പോൾ ഇവനെ അവന്മാരെ അവിടെ എത്തിച്ചിട്ടുണ്ടല്ലോ ആരോ, വിദ്യാർത്ഥികളാണെങ്കിൽ അവർ, അല്ലെങ്കിൽ അവരറിയാതെ ആരോ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പക്കാ ക്രിമിനൽസിനെ അവിടെ കൊണ്ടുവന്ന് സമരം സാമൂഹ്യ വിരുദ്ധ സമരമാക്കി മാറ്റുകയും അട്രോസിറ്റി ഉണ്ടാക്കുകയും അത് ഒരു കലാപത്തിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് കണ്ടെത്തുകയും അല്ലെ നാളെ കാലത്തെ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ട വിധത്തിലുള്ളൊരു സംവിധാനം ഒരുക്കുന്നതിന് മഹാത്മാഗാന്ധി ചെയ്ത പോലൊരു സമരമല്ലെന്നുള്ളതിനകത്ത് തെറ്റൊന്നുമില്ലല്ലോ. ഇപ്പം ഇതിനകത്ത് വിദ്യാർത്ഥികളില്ല അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് പങ്കില്ല എന്ന് പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള വേറെ തെളിവുകളും വരുന്നുണ്ട്. അപ്പോൾ ഇല്ല, ഇവർക്ക് പൈസ കൊടുത്തില്ല എന്നുള്ളതിന് തെളിവ് ഉറപ്പൊന്നുമില്ലല്ലോ. പൈസ കൊടുത്തു കാണും, അതാ പറഞ്ഞേ, പൈസ കൊടുത്തില്ല എന്നുള്ളതിന് തെളിവ് ഞാനതുകൊണ്ടല്ലേ പറഞ്ഞേ, ചുമ്മാതെ പോത്തില്ല സാർ. വാംചുക്കിന് 50 മിനിറ്റ് സംസാരിക്കുന്നതിന് അയാൾ 15 ലക്ഷം രൂപ വേണമെന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ വെളി വന്നു. ആ വാംചുക്കല്ലേ ഇപ്പം സമരത്തിൽ നിന്ന് അല്ലെങ്കിൽ നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും ഒരു ദിവസം നിരാഹാരം കിടക്കണമെങ്കിൽ അയാൾക്ക് എത്ര രൂപ വേണം? അയാളെ പറ്റി അത്തരത്തിലൊരു ആക്ഷേപമുള്ളതാണ്. ചില ആൾക്കാർക്കുണ്ട് നിരാഹാരം കിടക്കാൻ പറ്റുന്ന ശാരീരികമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല.
ശാരീരികമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ. അത്തരത്തിൽ നിരാഹാര സമരം കിടന്നിട്ട് ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്ന ഒരാളാണ് വാങ്ചുക് എന്നുള്ള രീതിയിലേക്ക് ഒരാരോപണം പുള്ളിയുടെ പേരിലുണ്ട്. ലഡാക്കിലേക്ക് തിരിച്ചുപോയി. തിരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ സമരത്തിനകത്ത് മൊത്തം ഇവർക്കെതിരെ സംസാരിക്കുകയാണ്. സമരം നിർത്തുന്നതിന് മുമ്പേ പുള്ളി സത്യാഗ്രഹം അന്ന് മന്ത്രിമാർ ചെന്നപ്പോൾ നിർത്തിയായിരുന്നില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. CJP സമരത്തിനകത്ത് എനിക്കുള്ള അഭിപ്രായം അതിനകത്ത് അക്രമം നടത്തിയവരെയും ക്രിമിനൽസിനെയും അല്ലെങ്കിൽ അപാകത ഉണ്ടാക്കിയവരും ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നലെ 1 കോടി രൂപ വാഗ്ദാനം ചെയ്ത് കപിൽ സിബൽ എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിലെ 100 കോടി ക്ലബിലെ അദ്ദേഹം ഉൾപ്പെടെ വന്നിട്ട് കേസുകൾ പിൻവലിക്കുന്നു. ഗുജറാത്തിൽ അറസ്റ്റ് ചെയ്യുന്നു, UP-യിൽ അറസ്റ്റ് ചെയ്യുന്നു, ബീഹാറിൽ അറസ്റ്റ് ചെയ്യുന്നു, ഉത്തർപ്രദേശിൽ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബംഗാളിൽ അറസ്റ്റ് ചെയ്യുന്നു. അതൊന്നും പാടില്ല. ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്താൽ നാളെ കാലത്തെ വീണ്ടും ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് വരുമ്പം ഈ ക്രിമിനൽസിനെ ഇല്ലാതെ സമരം നടത്താൻ പറ്റുമോ? ക്രിമിനൽസ് ഇല്ലാതെ ഇവർ വിചാരിക്കുന്ന രീതിയിൽ ജൻസി കലാപം എന്ന ഇതിൻ്റെ മറവിൽ കലാപങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതിന് കപിൽ സിബലിൻ്റെ നമ്മൾ കേൾക്കുമ്പോൾ കപിൽ സിബൽ നേരത്തെ PFI-കാരന് വേണ്ടിയും SDPI-കാരന് വേണ്ടിയും പൈസ മേടിക്കാതെ ജോലി ചെയ്യുന്നുള്ള ഒരു ഇത്, അല്ലെങ്കിൽ ഞാൻ സൗജന്യമായിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളൊരു വക്കീലാണെന്നല്ലോ. അദ്ദേഹം സൗജന്യമായിട്ടല്ല ജോലി ചെയ്യുന്നത്, അത് പുറമേ പറഞ്ഞാൽ മതിയല്ലോ. പൈസ മേടിച്ചോ? ഇല്ല. വേറെ ഏതെങ്കിലും മാർഗത്തിൽ കൂടെ പൈസ കൊടുത്ത് മേടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതേ അവസ്ഥയിൽ ഇവർക്കൊരു 1 കോടി രൂപ കൊടുക്കുന്നു നിയമസഹായത്തിന് വേണ്ടി. എന്നിട്ട് ആ നിയമസഹായത്തിൻ്റെ സഹായം മൊത്തം പുള്ളി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ കയറിയെന്ന് വാദിക്കുന്നു. ഈ ഡയറക്റ്റ് മേടിക്കുന്നത് ഇവന്മാരുടെ നിന്ന് മേടിച്ചിട്ടില്ല എന്നുള്ള റെക്കോർഡ് മതിയല്ലോ. ഈ രീതിയിൽ നിൽക്കുമ്പം അതിനകത്ത് എന്തായാലും അല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയൊന്നുമില്ല. പുള്ളി മനസ്സിലായി അപ്പോയിൻമെൻറ്റിന് കാശ് മേടിക്കുന്നതൊക്കെ. അപ്പം അല്ലെങ്കിൽ ഇതുപോലെ രാജ്യവിരുദ്ധ പരിപാടികൾക്ക് നമ്മൾ നോക്കും. 2014 ശേഷം ഇത്രയും കാലത്തിനകത്ത് ഈ നരേന്ദ്രമോദി കൊണ്ടുവരുന്ന ഗുണമുള്ള എല്ലാം, അത് ഏത് ബില്ലായാലും ഏത് കാര്യമായാലും, മുത്തലാഖായാലും കൊള്ളാം, CA സമരം ആയാലും കൊള്ളാം, ഈ ബംഗ്ലാദേശിലെ വെളിയിലാക്കുന്നതായാലും കൊള്ളാം, CSR അല്ലെങ്കിൽ ഫണ്ട് ഏത് കൊണ്ടുവന്നാലും കപിൽ സിബൽ അതിന് എതിരെ കാണും. അതിൻ്റെ കേസ് വരുമ്പം അതിൻ്റെ വക്കീൽ കപിൽ സിബലായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പുള്ളി ഇപ്പോൾ MP-യും കൂടെ എനിക്കൊന്ന് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-യാണ്. മനസ്സിലായല്ലോ. നേരത്തെ ഈ പല MP-യും കൂടെ എന്തും. അപ്പോൾ ഇതേ രീതി. അപ്പോൾ ഇതിനകത്ത് ഈ ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യേണ്ട രാഹുൽ ഗാന്ധി പറയുന്നേ, ഈ ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് പ്രേമേന്ദ്രൻ പറയുന്നത്, ഈ ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഈ ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രതിപക്ഷം പറയുന്നത് വിദ്യാർത്ഥികളോട് വാക്കുപാലിച്ചില്ല എന്ന്. മനസ്സിലാവുന്നു? വിദ്യാർത്ഥികളോട് വാക്കുപാലിച്ചില്ല. വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രൊട്ടസ്റ്റഡ് ഏരിയയാണ് ഈ പറയുന്ന ഇടത്ത്, അവിടെ ഒരു മാർച്ച് ചെയ്ത് തെറ്റാണ്, അവരുടെ പേരിൽ ഓട്ടോമാറ്റിക്കൽ കേസ് വരും. ആ കേസിനകത്ത് അത് സമാധാനപരമാക്കി പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയം സമാധാനപരമല്ല സമരം. അവിടെ കുത്തിയിരുന്ന് ഇത്രയും ദിവസം സമാധാനപരമല്ല. അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ പോക്കറ്റ് അടിച്ചതും അവിടുത്തെ വണ്ടി തല്ലി പൊട്ടിച്ചതും 10, 100, 110ഓളം പോലീസുകാരെയും CRPF-കാരെയും തല തല്ലി പൊട്ടിച്ചതും അല്ലെങ്കിൽ മറ്റ് കേസുകൾ ഉണ്ടാക്കിയതും ഒക്കെ വരുമ്പോൾ അതിന് കേസെടുക്കാതിരിക്കാൻ പറ്റൂ. മാത്രമല്ല പോലീസ് തിരക്കി നടക്കുകയും അല്ലെങ്കിൽ പോലീസ് കേസിനകത്ത് ഇന്ത്യയിലെ ക്രിമിനൽസിനെ തിരക്കി നടന്നിട്ട് കിട്ടാത്ത, നമ്മൾ പറയത്തില്ലേ, ഒളിച്ചു നടക്കുന്നവനൊക്കെ അവിടുത്തെ ക്യാമറയ്ക്കകത്ത് വരുമ്പം അവനെ ഇന്നത്തുണ്ടെന്ന് പറയുമ്പോൾ അവനെ ഇത് കഴിയുമ്പോൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പം ഈ പറഞ്ഞതുപോലെ ഒരു ഗുണമുണ്ടായി. പണ്ടിൽ നമ്മൾ പല കഥകൾക്കകത്തും പറയുന്നത് ജരാസനൻ്റെ കഥ പറയത്തില്ലേ? ജരാസനൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്. അദ്ദേഹം 6 മാസം കൂടുമ്പോൾ ശ്രീകൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്യും. ശ്രീകൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്യുന്ന അദ്ദേഹം ശ്രീകൃഷ്ണനോട് എതിരുള്ളവരെല്ലാം കൂട്ടുപിടിച്ചാണ് യുദ്ധം ചെയ്യുന്നത്. യുദ്ധത്തിന് വരുമ്പോൾ ശ്രീകൃഷ്ണൻ ഇവനെ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം കൊല്ലും, ഇവനെ മാത്രം വിടും. അന്നേരം ശ്രീകൃഷ്ണനോട് ആരാണ്ട് ചോദിച്ചു എന്താ ഇങ്ങനെ കൊല്ലാതെ? അപ്പോൾ അടുത്ത ഇനി ഇതുപോലുള്ള ഈ സമൂഹത്തിൽ കൊള്ളവില്ലാത്ത ദുഷ്ടന്മാരെ എല്ലാം കൂടെ ഒത്തു പിടിച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടി ഇവൻ വേണമല്ലോ. അപ്പം അല്ലെങ്കിൽ ഇവനെയെല്ലാം തേടി നമ്മൾ അവൻ്റെ അടുത്ത് ചെല്ലണ്ടേ? അപ്പോൾ ജരാസനം പോയാൽ വീണ്ടും ആൾക്കാരെ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ CJP-കാരനെ കൊണ്ടുവന്നത് ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളും അങ്ങോട്ട് വീണ്ടും കയറുമ്പം രാഹുൽ ഗാന്ധിയും അതിനകത്ത് 1, 2, 3 ജരാസനന്മാരെ ആ പേര് കേൾക്കുന്നത്. പ്രധാനമായിട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരാകട്ടെ. അപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ ഇങ്ങനെ വെച്ചിരുന്നാൽ ഇതുപോലെ വീണ്ടും ഇതുപോലെ ആൾക്കാരെ കൊണ്ടുവന്ന് കാര്യങ്ങൾ നടത്താൻ പറ്റും. അപ്പം ഇതിനുശേഷം യുവമാരാണ്, ഞാനീ പറഞ്ഞു വന്നില്ല, യുവമാരാണ് നമ്മൾ ഒരു ആശങ്ക പറഞ്ഞല്ലോ, ക്രിമിനൽസിനെ കൊണ്ടുവന്നത് ഇവരാണോ, ഇവൻ അറിയാതെ കയറിയതാണോ, ഇവരെ ഇതിന് പറഞ്ഞു വിട്ടിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്തവരാണോ?
പക്ഷേ അല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഉത്തരം പറയാനാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇതിന് ശേഷം നടന്ന പാർട്ടി DJ പാർട്ടി അല്ലെങ്കിൽ ആഘോഷം മദ്യവും മയക്കുമരുന്നും വെച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ എല്ലാ ക്രിമിനൽസിനെയും വെച്ച് കൂത്താടുന്ന, അതായത് നമുക്കൊരിക്കലും കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റാത്ത ഈ ഇവരുടെ പെണ്ണുങ്ങളും ആണുങ്ങളും കൊണ്ടുള്ള കൂത്താട്ടം അതിപ്പം വെളി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം CJP നേതാക്കന്മാരുടെ ഫോട്ടോ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ CJP നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആൾക്കാരായതുകൊണ്ടാണല്ലോ ഈ ക്രിമിനൽസ് ഇവിടെ വന്നത്. അവരുടെ അറിവോടുകൂടിയാണല്ലോ ഈ ക്രിമിനൽസ് ഇവിടെ വന്നത്. അവരുടെ അറിവോടുകൂടി ആയിരിക്കുമല്ലോ ഈ സമരത്തിൻ്റെ മറവിൽ ഒരു ജൻസി കലാപം. അപ്പോൾ ആ ജൻസി കലാപത്തിൻ്റെ പിറകിലുള്ള സാമ്പത്തികവും അത് കൈപ്പറ്റുന്നവരും അത്തരത്തിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ പ്ലാൻഡായിട്ട് വന്നിട്ടുള്ളവരുമാണ് ഈ CJP-കാരെന്ന് വിചാരിച്ചാലും അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണെന്ന് ബോധ്യം വരുന്ന രീതിയിലേക്കുള്ള വാർത്തകളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.